നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഒന്നുകൂടി നോക്കാം. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണനാ പ്രകാരം ക്രമീകരിക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചാന്നാർ ലഹള, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. തന്നിരിക്കുന്നതിൽ ചാന്നാർ ലഹളയാണ് ആദ്യം നടന്നത്, അതിനുശേഷം വൈക്കം സത്യാഗ്രഹം, അതിനുശേഷം ക്ഷേത്രപ്രവേശന വിളംബരം, ലാസ്റ്റ് പാലിയം സത്യാഗ്രഹം. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറുപ്പഴമാണ് എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറുപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഡൽഹൌസി പ്രഭു അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ചത് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറുപ്പഴം എന്നാണ്. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആര്? തന്നിരിക്കുന്നതിൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം ഓപ്പറേഷൻ ബാർബറോസ. ഓപ്പറേഷൻ ബാർബറോസ എന്നാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ NCRB 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? NCRB നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്ത. കൊൽക്കത്തയാണ് NCRBയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം. NCRBയുടെ ഫുൾ ഫോം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം ഡാഷ് ആണ്, 0 ആണ്. ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം 0 ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രോനൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രോനൈസ്ഡ് ഉപഗ്രഹം IRS-1A എന്ന ഉപഗ്രഹമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രോനൈസ്ഡ് ഉപഗ്രഹം. തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ടു കായലിൽ പതിക്കാത്ത നദി ഏത്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയാണ് തന്നിരിക്കുന്നതിൽ വേമ്പനാട്ടു കായലിൽ പതിക്കാത്ത നദി. പമ്പ, അച്ചൻകോവിൽ, മൂവാറ്റുപുഴ ഈ നദികൾ വേമ്പനാട്ടു കായലിൽ പതിക്കുന്നതാണ്. ഭൂവൽക്കത്തിലെ ബലങ്ങളുടെ ചലനത്തിനു കാരണമാകുന്ന പ്രധാന ബലം. ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹം. ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹമാണ് ഭൂവൽക്കത്തിലെ ബലകങ്ങളുടെ ചലനത്തിനു കാരണമാകുന്ന പ്രധാന ബലം. സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നതേത്? സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നതാണ് എൽനിനോ. കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? തമിഴ്നാട്. തമിഴ്നാടാണ് കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് PM ആശാ യോജന. PM ആശാ യോജന എന്ന പദ്ധതി കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 3 പ്രസ്താവനകളും ശരിയാണ്. ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെന്റിന് സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യസാധനങ്ങളുടെ വില കുറഞ്ഞു. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഒന്നും കൂടി നോക്കാം. ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെന്റിന് സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യസാധനങ്ങളുടെ വില കുറഞ്ഞു. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ആദ്യത്തെ 50 വർഷ കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 2 പ്രസ്താവനകളും ശരിയാണ്.
ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതത്തിൽ വർധന ഉണ്ടായി. 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതം കുറഞ്ഞു. ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതത്തിൽ വർധനവുണ്ടായി. 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതം കുറഞ്ഞു. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം (ADP) പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല വയനാട്. വയനാടാണ് 2018 ജനുവരിയിൽ ആരംഭിച്ച ADP ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല. 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുള്ള വ്യാപാര പരിഷ്കാരങ്ങൾ ലക്ഷ്യം വച്ചത് എന്താണ്? 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത് ഡി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണെന്നാണ്. ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക, താരിഫ് നിരക്കുകൾ കുറയ്ക്കുക, ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക. എന്തൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ? ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക, താരിഫ് നിരക്കുകൾ കുറയ്ക്കുക, ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക. താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനകൾ. മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. കൽക്കരിയുടെ ആവശ്യം വിതരണത്തേക്കാൾ കുറവാണ്. തെറ്റാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന എന്തൊക്കെയാണ്? ഉരുക്ക് വ്യവസായത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും വേണ്ടിയുള്ള കൽക്കരിയുടെ ആവശ്യം കൂടി വരുന്നു. വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപയോഗം കുറഞ്ഞു. ഉരുക്ക് വ്യവസായത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും വേണ്ടിയുള്ള കൽക്കരിയുടെ ആവശ്യം കൂടി വരുന്നു. വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏത്? 1, 3, 4 സവിശേഷതയിൽ ഉൾപ്പെടാത്തത്. ഏതൊക്കെയാണ്? ആദ്യത്തെ ലിഖിത ഭരണഘടന എന്നുള്ളത് തെറ്റാണ്. ഭരണഘടന എഴുതി പൂർത്തീകരിക്കാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു. തെറ്റാണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകൾ ഉണ്ട്. അതും തെറ്റാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. ശരിയാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടേത്. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മത നിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും. ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്? ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും. ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ആമുഖത്തിലാണ്. ഭരണഘടനയുടെ ആമുഖം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും. ഇങ്ങനെയാണ് ആമുഖം ആരംഭിക്കുന്നത്. ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നതിൽ ബി ആണ് ശരിയായിട്ടുള്ളത്. ബാലവേല നിരോധനം വകുപ്പ് 24. വകുപ്പ് 24 ബാലവേല നിരോധനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വത്തവകാശം 300A സ്വത്തവകാശം വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ടുള്ളത് 21A. വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ടുള്ളത് 21A. അവസര സമത്വം വന്നിട്ടുള്ളത് വകുപ്പ് 16. വകുപ്പ് 16 അവസര സമത്വം വന്നിട്ടുള്ളത്. നമ്മൾ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഉൾപ്പെടുത്തി ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? തന്നിരിക്കുന്നതിൽ മൗലിക കടമകളാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ള ജോഡികൾ നോക്കാം. ഏകീകൃത നിയമ സംവിധാനം വകുപ്പ് 44. വകുപ്പ് 44 ഏകീകൃത നിയമ സംവിധാനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വകുപ്പ് 226 ഹൈക്കോടതിയുടെ റിട്ട് അധികാരം ഉൾപ്പെടുത്തിയിരിക്കുന്നു. വകുപ്പ് 226 ഹൈക്കോടതിയുടെ റിട്ട് അധികാരം ഉൾപ്പെടുത്തിയിരിക്കുന്നു. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് 61. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് 61. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ സിയും ഡിയുമാണ് ആൻസർ. അപ്പീൽ അധികാരവും ഉത്തരവുകൾ അല്ലെങ്കിൽ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരവും. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തതാണ് അപ്പീൽ അധികാരവും ഉത്തരവുകൾ അല്ലെങ്കിൽ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരവും. യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത്? പൊതുജനാരോഗ്യമാണ് യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത്. തുറമുഖങ്ങൾ, റെയിൽവേ, ഹൈവേകൾ ഇവ 3 യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 91 ഭേദഗതി.
മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 91-ാം ഭേദഗതി. ചേരുംപടി ചേർക്കുക. സി ആണ് ആൻസർ വരുന്നത്. PK തുംഗൻ കമ്മിറ്റി 1989. 1989 PK തുംഗൻ കമ്മിറ്റി ഉണ്ടാവുന്നത്. ബൽവന്ത് റായ് കമ്മിറ്റി 1957. 1957 രൂപീകരിച്ച കമ്മിറ്റിയാണ് ബൽവന്ത് റായ് കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി 1977. 1977 രൂപീകരിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. LM സ്വിഗ്ഗി കമ്മിറ്റി 1986. 1986 രൂപീകരിച്ച കമ്മിറ്റിയാണ് LM സ്വിഗ്ഗി കമ്മിറ്റി. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം. ഈ തന്നിരിക്കുന്നതിലൊന്നും തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്ന പ്രസ്ഥാനങ്ങളല്ല. ഏതൊക്കെയാണ് വരാത്ത പ്രസ്ഥാനങ്ങൾ? ശുചിത്വ മിഷൻ, കില, കുടുംബശ്രീ, ഇൻഫോർമേഷൻ കേരള മിഷൻ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLA-യുടേതാണ്? ഈ തന്നിരിക്കുന്നതെല്ലാം തെറ്റാണ്. നമുക്ക് ഓർഡർ തിരിച്ചാണ് അവർ തന്നിരിക്കുന്നത്. ശരിയായിട്ടുള്ള ഓർഡറും കൂടി നമുക്ക് നോക്കാം. MB രാജേഷ് തൃത്താലയാണ് നിയോജക മണ്ഡലം. MB രാജേഷിന്റെ MLA MB രാജേഷിന്റെ നിയോജക മണ്ഡലം തൃത്താലയാണ്. P രാജീവിന്റെ നിയോജക മണ്ഡലം കളമശ്ശേരിയാണ്. P രാജീവിന്റെ നിയോജക മണ്ഡലം കളമശ്ശേരി. PA മുഹമ്മദ് റഷീദ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. റിയാസ് എന്നാണ് ശരിക്കും. PA മുഹമ്മദ് റിയാസ് ബേപ്പൂരാണ്. PA മുഹമ്മദ് റിയാസിന്റെ നിയോജക മണ്ഡലം ബേപ്പൂരാണ്. വീണ ജോർജിന്റെ നിയോജക മണ്ഡലം ആറന്മുളയാണ്. MLA ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള വീണ ജോർജിന്റെ നിയോജക മണ്ഡലം. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയ ദിനം. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20-നാണ്. 2023 സെപ്റ്റംബർ 20-നാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത്. ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക. A ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. 1-ാം വായന, 2-ാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, 3-ാം വായന. 1-ാം വായന, 2-ാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, 3-ാം വായന. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ. B ആണ് ശരിയായിട്ടുള്ളത്. Aയും Cയും Dയും. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ വ്യക്തിനെ ഹാജരാക്കുക. ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നത് ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ വ്യക്തിനെ ഹാജരാക്കുക എന്നുള്ള നിയമമാണ്. മാൻഡമസ് എന്താണ്? ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. കോവറാൻഡോ എന്ത് അധികാരത്തിൽ എന്നുള്ളതാണ് കോവറാൻഡോ. എന്ത് അധികാരത്തിൽ? കോവറാൻഡോ. 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം. 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം ഏത്? പെല്ലാഗ്രയാണ് 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം. AB രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ പ്ലാസ്മയിൽ ആന്റിബോഡി Aയും Bയും ഇല്ല. AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ പ്ലാസ്മയിൽ ആന്റിബോഡി Aയും Bയും ഇല്ല. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു. പൊട്ടാസ്യമാണ് ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു. മനുഷ്യ ശരീരത്തിൽ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പരിരക്ഷ. പരിരക്ഷാ പദ്ധതി എന്താണ്? അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ്. 1987 വായു മലിനീകരണം തടയലും നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ശബ്ദമാണ് 1987 വായു മലിനീകരണം തടയലും നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിന്റെ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിന്റെ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. VE എന്നത് ഭൂമിയുടെ പലായന വേഗത്തെയും VO എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിന്റെ
പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം VE is equal to √2 VO എന്നതാണ് ഇവ തമ്മിലുള്ള ബന്ധം. VE എന്നത് ഭൂമിയുടെ പലായന വേഗത്തെയും VO എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിന്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം VE is equal to √2 VO. ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം 12 സെന്റിമീറ്റർ ആയിരിക്കും. ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കസ് ദൂരം 12 സെന്റിമീറ്റർ ആയിരിക്കും. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത്. മുകളിൽ പറഞ്ഞ എല്ലാം തന്നെ ലക്ഷ്യങ്ങളിൽ വരും. ചാന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. ഒന്നുകൂടി നോക്കാം. ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6ലാണ് കാണപ്പെടുന്നത്. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6ലാണ് കാണപ്പെടുന്നത്. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാൾസ് നിയമം. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രാ ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്ര? ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രാ ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം 108 ഗ്രാം ആയിരിക്കും. 108 ഗ്രാം ആയിരിക്കും. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രാ ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏത് വർഷം? 2019. 2019 അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ IM വിജയൻ. IM വിജയനാണ് കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ സലീം കുമാർ. സലീം കുമാറാണ് ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ. നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ്? ആടുജീവിതം. ആടുജീവിതത്തിലെ പ്രധാന കഥാപാത്രമാണ് നജീബ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ MS ധോണി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? MS ധോണി.